നോക്കൂ, ഇത് പലസ്തീന്റെ പതാക, ഇത് സുഡാന്റെ പതാക. നിറങ്ങൾ പോലും മാറുന്നില്ല, അവിടെയുള്ള മനുഷ്യർ നേരിടുന്ന ദുരിതങ്ങളും. ശരിക്കും സുഡാനിലെ ഏറ്റവും അക്രമോത്സുകരായ ഒരു സായുധ വിഭാഗത്തിന്റെ പരിണാമ രൂപമാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ്, ജൻ ജവീദിന്റെ പരിണാമ രൂപം. ഇന്ന് ക്രൂരതയുടെ നേർരൂപമാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ്. കെട്ടിടങ്ങളിലേക്ക് ഇരച്ചു കയറി ആളുകളെ നിരത്തി നിർത്തി വെടിവെച്ചു കൊല്ലുകയാണ് അവർ. സുഡാൻ ഇന്നൊരു യുദ്ധഭൂമിയാണ്. തോക്കുകൾ മാത്രമല്ല, ലോകത്തിന്റെ മൗനവും രാജ്യങ്ങളുടെ ലാഭക്കണക്കും മനുഷ്യനെ കൊന്നൊടുക്കുകയാണ് സുഡാനിൽ. ഗാസയ്ക്ക് വേണ്ടി സംസാരിക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല. ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന പൈശാചികമായ ആക്രമണങ്ങൾക്കെതിരെ നമ്മൾ എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് സുഡാനു വേണ്ടി സംസാരിക്കാത്തത്? സുഡാനിലെ മനുഷ്യർ നേരിടുന്ന ക്രൂരതകൾ നമ്മൾ അറിയാതെ പോകുന്നു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന, മരവിപ്പിക്കുന്ന വാർത്തകളും കാഴ്ചകളുമാണ് സുഡാനിൽ. ആഫ്രിക്കൻ രാജ്യമായതുകൊണ്ടാണോ സുഡാനിനു വേണ്ടി ശബ്ദമുയർത്താൻ രാജ്യങ്ങളും രാജ്യാന്തര സംഘടനകളും വരാത്തത്? എന്താണ് സുഡാനിൽ സംഭവിക്കുന്നത്? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഇത് പലസ്തീന്റെ പതാക, ഇത് സുഡാന്റെ പതാക. നിറങ്ങൾ പോലും മാറുന്നില്ല, അവിടെയുള്ള മനുഷ്യർ നേരിടുന്ന ദുരിതങ്ങളും. പട്ടാള അട്ടിമറികളുടെ പരീക്ഷണശാലയായിരുന്നു എന്നും സുഡാൻ. 2011 വരെ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായിരുന്നു സുഡാൻ. 2011 സുഡാൻ 2 രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു, സുഡാനും സൗത്ത് സുഡാനും. അതോടെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ 3ാമത്തെ വലിയ രാജ്യമായി സുഡാൻ മാറി. ലോക ഭൂപടം നോക്കിയാൽ സുഡാൻ ആഫ്രിക്കയുടെ വടക്ക് ഭാഗത്താണെന്ന് കാണാം. സുഡാന്റെ ഭൂരിഭാഗം പ്രദേശവും സഹാറ മരുഭൂമിയിലാണ്. സ്വർണ്ണ ഖനികളുടെ കലവറയാണ് സുഡാൻ. 1956 സ്വാതന്ത്ര്യം നേടിയത് മുതൽ അസ്ഥിര ഭരണം, പട്ടാള അട്ടിമറി, ഏകാധിപത്യം. ജനാധിപത്യത്തിന് എന്നും അല്പായുസ് മാത്രമായിരുന്നു സുഡാനിൽ. സ്വാതന്ത്ര്യം നേടി 2 വർഷത്തിനുള്ളിൽ ആദ്യത്തെ അട്ടിമറി. പ്രധാനമന്ത്രി അബ്ദുള്ള ഖലീലിനെ അട്ടിമറിച്ച് ജനറൽ ഇബ്രാഹിം അബൂദ് അധികാരത്തിലെത്തി. തുടർച്ചയായ പട്ടാള അട്ടിമറികൾക്ക് ശേഷം എത്തിയത് ഒമർ അൽ ബഷീറിന്റെ ഏകാധിപത്യ ഭരണമാണ്. 1986 പൊതു തെരഞ്ഞെടുപ്പിൽ ജയിച്ച സാദിഖ് അൽ മഹദിയെ അട്ടിമറിച്ചാണ് സൈനികനായ ഒമർ അൽ ബഷീർ അധികാരത്തിലേറിയത്. പിന്നെ നീണ്ട 30 വർഷം ബഷീറിന്റെ ഭരണം. സുഡാൻ എന്ന രാജ്യം ഇന്ന് കുരുതിക്കളമാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, വർഷങ്ങളായി തുടരുന്ന വംശഹത്യയാണ്. സൈന്യവും അർദ്ധ സൈനിക വിഭാഗവും അധികാരത്തിന് വേണ്ടി നടത്തുന്ന യുദ്ധം. സുഡാന്റെ തെരുവുകളിൽ ഇന്ന് കാണാനുള്ളത് രക്തം മാത്രമാണ്. 2023 തുടങ്ങിയ ആഭ്യന്തര കലാപം ഇന്ന് അതിൻ്റെ ഏറ്റവും രൗദ്ര രൂപത്തിലാണ്. എല്ലാം രാജ്യത്തിന്റെ അധികാരത്തിന് വേണ്ടി. 2 വ്യക്തികൾ, ഒന്ന് സുഡാൻ സായുധ സേനയുടെ ചീഫ് അബ്ദുൾ ഫത്താഹ് അൽ ബുർഹാൻ, മറ്റൊന്ന് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന്റെ തലവൻ ഹമദാൻ ദഗാലോ. 2013 സുഡാൻ സർക്കാർ, അതായത് ഒമർ അൽ ബഷീർ തന്നെ രൂപം കൊടുത്ത സായുധ സംഘമാണ് RSF. പക്ഷേ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന്റെ ചരിത്രം ചികഞ്ഞു പോയാൽ ചോരയിൽ എഴുതിയ ഏടുകൾ മാത്രമേ കാണാൻ പറ്റൂ. ശരിക്കും സുഡാനിലെ ഏറ്റവും അക്രമോത്സുകരായ ഒരു സായുധ വിഭാഗത്തിന്റെ പരിണാമ രൂപമാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ്, ജൻ ജവീദിന്റെ പരിണാമ രൂപം. കുതിരപ്പടയാളികൾ എന്നാണ് അവർ സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. 80കളിലെ സുഡാനിലെ ആഭ്യന്തര യുദ്ധവും വരൾച്ചയും ക്ഷാമവും തൊട്ടടുത്ത രാജ്യമായ ചാഡിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവുമാണ് ജൻ ജവീദിനെ വളർത്തിയത്. 2013 ഏകാധിപതിയായ ഒമർ അൽ ബാഷിർ തന്നെയാണ് ജൻ ജവീദിനെ പാരാമിലിറ്ററി സേനയാക്കി മാറ്റുന്നത്. ഇവരെ യമനിലും ലിബിയയിലും യുദ്ധത്തിന് നിയോഗിക്കുകയും ചെയ്തു. പിന്നീട് ബഷീറിനെ പുറത്താക്കാൻ സൈന്യവുമായി ജൻ ജവീദ് അഥവാ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് സഹകരിച്ചു എന്നത് ചരിത്രം. ആഭ്യന്തര യുദ്ധത്തിന്റെ വേരുകൾ 2019 നിന്ന് പിടിമുറുക്കുന്നുണ്ട്. സൈന്യവും RSFും ചേർന്നാണ് 2019 ഭരണാധികാരിയായിരുന്ന ഒമർ അൽ ബഷീറിനെ അട്ടിമറിക്കുന്നത്.
3 ദശകം നീണ്ട ഏകാധിപത്യത്തിന് വിരാമമിട്ടാണ് സൈന്യം അധികാരം പിടിച്ചെടുത്തത്. ബഷീറിനെ പുറത്താക്കിയപ്പോൾ ജനകീയ സർക്കാർ വേണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ തെരുവിലിറങ്ങി. പക്ഷേ ഭരണഘടന മരവിപ്പിച്ച് ഇടക്കാല സർക്കാർ രൂപീകരിച്ചു. സിവിലിയനായ അബ്ദുൾ ഫത്തോഖ് പ്രധാനമന്ത്രിയായി. പക്ഷേ വീണ്ടും പട്ടാള അട്ടിമറി 2021 ഒക്ടോബറിൽ. താൽക്കാലിക സർക്കാരിനെ അട്ടിമറിച്ച് ഭരണം പിടിച്ചെടുത്തു. അൽ ബുർഹാൻ പ്രസിഡന്റായും ഹംദാൻ ദഗാലോ വൈസ് പ്രസിഡന്റായും ഭരണം ഏറ്റെടുത്തു. സൈന്യവും റാപ്പിഡ് ഫോഴ്സും ലയിക്കുമെന്നായിരുന്നു ധാരണ. അധികാരം പ്രശ്നമായി. റാപ്പിഡ് ഫോഴ്സ് സൈന്യത്തിൽ ലയിച്ചാൽ എല്ലാത്തിൻ്റെയും അധികാരം അത് അൽ ബുർഹാന് ലഭിക്കും. റാപ്പിഡ് ഫോഴ്സിൽ ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകൾ ഉണ്ടായിരുന്നു ആ കാലത്ത്. സുഡാന്റെ പൂർണ്ണാധികാരമായിരുന്നു ഈ 2 പേരുടെയും ലക്ഷ്യം. ലയിച്ചാൽ നേതാവാരെന്നതിനെ ചൊല്ലി തർക്കം രൂക്ഷമായി. ലയനത്തിൽ നിന്ന് ദഗാലോ പിന്മാറി. ജനതയെ ജനാധിപത്യം സ്വപ്നം കാണിച്ച 2 മനുഷ്യർ സുഡാനെ കലാപത്തിലേക്ക് തള്ളിയിട്ടു. രാജ്യത്തെ അരക്ഷിതാവസ്ഥയിലേക്കും. സൈനിക കലഹം അത് പുതിയ തലത്തിലേക്ക് നീങ്ങിയത് അർദ്ധ സൈനിക വിഭാഗമായ RSFനെ കലാപ സംഘമായി മുദ്രകുത്തി പിരിച്ചുവിട്ടപ്പോഴാണ്. ഐക്യരാഷ്ട്രസഭ ഇടപെട്ടു. ഫലമുണ്ടായില്ല. കുടിവെള്ളമില്ല, വൈദ്യുതിയില്ല, ഇന്ധനം കിട്ടാനില്ല. സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ നമ്മൾ ഓപ്പറേഷൻ കാവേരിയുമായി മുന്നോട്ട് പോയി. വെടിനിർത്തൽ പലതവണ പ്രഖ്യാപിച്ചു. പക്ഷേ ഫലം കണ്ടില്ല. എന്തിനധികം പറയുന്നു, ഈ ആഭ്യന്തര യുദ്ധം മുതലാക്കി മുൻ ഏകാധിപതി ഒമർ അൽ ബഷീർ ചികിത്സയ്ക്കെന്ന പേരിൽ ആശുപത്രിയിലേക്ക് എത്തി അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. സൗദി അറേബ്യയും അമേരിക്കയും ഇടപെട്ട് വെടിനിർത്തൽ. ഇത് 2023 കഥയാണ്. അന്നത്തെ കാഴ്ചകൾ അത് ഭീകരമായിരുന്നു. തെരുവുകളിൽ നിറഞ്ഞ ശവശരീരങ്ങൾ. മൃതദേഹം സംസ്കരിക്കാൻ പോലും ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പേടിയായിരുന്നു. എത്ര പേർ മരിച്ചെന്നോ അവർ ആരെന്നോ എവിടെയാണ് അവരെ കുഴിച്ചിട്ടതെന്നോ ഇതൊന്നും ആർക്കും അറിയില്ല. 2023 റെഡ് ക്രോസ് പുറത്തുവിട്ട കണക്കിൽ 1.5 ദശലക്ഷം ആളുകളാണ് വീടും സ്ഥലവും ഉപേക്ഷിച്ചു പോയത്. 5 ലക്ഷം ആളുകൾ മറ്റ് പല രാജ്യങ്ങളിലേക്കും പലായനം ചെയ്തു. സുഡാൻ യുദ്ധത്തിന്റെ പ്രധാന ഇരകൾ സ്ത്രീകളായിരുന്നു. RSFും സൈനികരും സ്ത്രീകളെ പീഡിപ്പിച്ചു. വീട്ടിനുള്ളിലും തെരുവുകളിലും അവർ ആക്രമിക്കപ്പെട്ടു. രാജ്യം വിടാൻ ശ്രമിച്ച സ്ത്രീകൾ എത്തിപ്പെട്ടത് മനുഷ്യക്കടത്തുകാരുടെ കയ്യിലും. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നുവെങ്കിലും യുദ്ധത്തിന് അറുതി വന്നില്ല. സ്വിറ്റ്സർലൻഡിൽ സമാധാന ചർച്ചകൾ നടക്കുമെന്ന് കേട്ടു. പക്ഷേ രാജ്യാന്തര സമ്മർദ്ദത്തിനും സൈന്യം വഴങ്ങിയില്ല. ഇപ്പോൾ സ്ഥിതി തീർത്തും സങ്കീർണമാണ്. അധികാര പോരാട്ടം എല്ലാ സീമകളും മറികടന്നു. സുഡാൻ ഇന്ന് 2ആയി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. സുഡാൻ സൈന്യം നിയന്ത്രിക്കുന്ന കിഴക്കും RSF നിയന്ത്രിക്കുന്ന പടിഞ്ഞാറും. പടിഞ്ഞാറൻ സുഡാനിലെ ഒരു പ്രധാന സംസ്ഥാനമാണ് ഡാർഫുർ. ഡാർഫുറിന്റെ തലസ്ഥാനമായ എൽ ഫാഷർ നഗരം പൂർണ്ണമായും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് പിടിച്ചെടുത്തു. ഇക്കഴിഞ്ഞ ഒക്ടോബർ 26-നും 27-നും ഇടയിൽ, അതായത് 24 മണിക്കൂറിൽ സുഡാൻ നഗരമായ എൽ ഫാഷറിൽ 2000-ഓളം മനുഷ്യരെയാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് നിരത്തി നിർത്തി വെടിവെച്ച് കൊന്നുകളഞ്ഞത്. ഇതിൽ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, ഗർഭിണികളുണ്ട്. എൽ ഫാഷറിൽ ഇന്ന് വെള്ളമില്ല. ആശുപത്രികളെല്ലാം തകർന്നു. RSF സൈനികർ ആ നഗരം മുഴുവൻ വളഞ്ഞിട്ടുണ്ട്. ആ നഗരത്തിലെ മനുഷ്യർക്ക് ഇന്ന് പുറത്തേക്കിറങ്ങാൻ, രക്ഷപ്പെടാൻ വഴിയില്ല. അകത്തേക്ക് സഹായമെത്താനും വഴിയില്ല. ഇന്ന് ക്രൂരതയുടെ നേർരൂപമാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ്. കെട്ടിടങ്ങളിലേക്ക് ഇരച്ചു കയറി ആളുകളെ നിരത്തി നിർത്തി വെടിവെച്ചു കൊല്ലുകയാണവർ. ആൾക്കൂട്ടത്തിൽ നിന്ന് 10 വയസ്സ് പോലും തികയാത്ത പെൺകുട്ടികളെ തിരഞ്ഞു പിടിച്ച് പീഡിപ്പിക്കുകയാണ്. ജീവനും കൊണ്ട് പലായനം ചെയ്യുന്നവരെ പോലും അതിക്രൂരമായി പീഡിപ്പിക്കുകയും കൊന്നു കളയുകയുമാണ്. യേൽ ഹ്യൂമാനിറ്റേറിയൻ ലാബ് പുറത്തുവിട്ട സാറ്റലൈറ്റ് ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിരുന്നു. ചുവന്ന പാടുകൾ നിറഞ്ഞ ഭൂമി, അത് ചോരയാണ്, മനുഷ്യരുടെ ചോര. ആ മണ്ണ് മനുഷ്യരുടെ രക്തം കൊണ്ട് നനഞ്ഞു കഴിഞ്ഞു. ആശുപത്രിയിൽ കയറി റാപ്പിഡ് ഫോഴ്സ് കൊന്നത് 500-ലധികം മനുഷ്യരെയാണ്. സുഡാനിൽ നിന്ന് പലായനം ചെയ്തത് 1.5 കോടി മനുഷ്യരാണ്. ജീവൻ നിലനിർത്താൻ പുല്ല് പോലും അവർ തിന്നുകയാണ്. 2 ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്തുകൊണ്ട് എൽ ഫാഷർ? എവിടെ നിന്നാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന് ഇത്രയും പണവും ആയുധങ്ങളും? ആദ്യം എൽ ഫാഷറിനെ കുറിച്ച് സംസാരിക്കാം. തുടക്കത്തിൽ പറഞ്ഞല്ലോ സുഡാൻ സ്വർണ്ണ ഖനികളുടെ നാടാണെന്ന്. സുഡാൻ ഒരു ദരിദ്ര രാജ്യമായിരിക്കും, പക്ഷേ സുഡാന്റെ മണ്ണിൽ ഒളിഞ്ഞു കിടക്കുന്ന സ്വർണം ഇന്ന് അവിടുത്തെ ജനതയുടെ ശാപമാണ്.
എൽ ഫാഷറിലെ ഏറ്റുമുട്ടൽ അത് തോക്കുകളുടെ മാത്രം യുദ്ധമല്ല, അത് പണത്തിന്റെ, സ്വർണത്തിന്റെ യുദ്ധമാണ്. സുഡാനിലെ സ്വർണത്തിന്റെ പ്രധാന ഉറവിടമാണ് ദാർഫുർ മേഖല. മുഹമ്മദ് ഹംദാൻ ദഗാലോ നേതൃത്വം നൽകുന്ന RSF ആണ് സുഡാനിലെ സ്വർണ്ണ ഖനികൾ നിയന്ത്രിക്കുന്നത്. ഈ സ്വർണം അനധികൃത വഴികളിലൂടെ മറിച്ചുവിറ്റാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ആയുധങ്ങൾ വാങ്ങുന്നതെന്ന ആരോപണം ഉയരുന്നുണ്ട്. സുഡാനിലെ സ്വർണ്ണ ഖനികളുടെ ലാഭം ഏറ്റുവാങ്ങുന്നവർ ഈ ക്രൂരതയിലെ പങ്കാളികളാണ്. രാജ്യാന്തര സമൂഹത്തിന്റെ മൗനം അമ്പരപ്പിക്കുന്നതാണ്. സുഡാൻ ഇന്നൊരു യുദ്ധഭൂമിയാണ്. തോക്കുകൾ മാത്രമല്ല, ലോകത്തിന്റെ മൗനവും രാജ്യങ്ങളുടെ ലാഭക്കണക്കും മനുഷ്യനെ കൊന്നൊടുക്കുകയാണ് സുഡാനിൽ. ഇത്രമേൽ നിശബ്ദത പാലിക്കേണ്ട വിഷയമാണോ സുഡാൻ? അവിടെ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ നിലവിളി കേൾക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഒരു ജനത ഉന്മൂലനം ചെയ്യപ്പെടുകയാണ്. രാജ്യാന്തര സമൂഹത്തിന്റെ ക്രൂരമായ മൗനം ആ മനുഷ്യർ പ്രിവിലേജ് കുറഞ്ഞ ആഫ്രിക്കൻ വംശജരായതുകൊണ്ടാണോ? മനുഷ്യരെ നിരത്തി നിർത്തി കൊന്നൊടുക്കി ഒരു നാട്, ഒരു രാജ്യം ശവപ്പറമ്പാവുകയാണ്. വെടിയേറ്റ് വീഴുന്നത് മനുഷ്യരുടെ ചോരയാണ്. അത് യമനിലായാലും ഗാസയിലായാലും സുഡാനിലായാലും മരിക്കുന്നത് മനുഷ്യരാണ്.